ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ്. ഏകദേശം 129 വർഷത്തോളം പഴക്കമുള്ള ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. നമുക്കിപ്പം അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ 1895 ഈ ഡാം പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അതിൻ്റെ കുറച്ച് സെക്യൂരിറ്റി കൺസേണുകളും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പം നിലവിൽ പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ പ്രായം തന്നെയാണ്. 129 വയസ്സെന്ന് പറയുമ്പം ഒരു ഡാമിനെ സംബന്ധിച്ച് വലിയൊരു ലൈഫ് സ്പാനാണ്. അത് മേജർ ഒരു സെക്യൂരിറ്റി കൺസേൺ റേസ് ചെയ്യുന്നത് തന്നെ ശരിക്കും അതിൻ്റെ ഡിസൈനിങ് അനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ലൈഫ് സ്പാനും കഴിഞ്ഞു. ഏകദേശം 19 വർഷത്തോളം അത് നിലനിന്നു എന്നുള്ളതാണ്. ശരിക്കും ഇതിനെക്കുറിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ അറൗണ്ട് 20th സെഞ്ച്വറി ലാസ്റ്റ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് എൻജിനീയറിംഗ് മാർവൽ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അത് ഓൾറെഡി മെയ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാവിറ്റി ഡാമായിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം തന്നെയാണ് അതിൻ്റെ സ്ട്രെങ്തായിട്ട് നിലനിൽക്കുന്നത്. ആ ഭാരം ഉപയോഗിച്ചിട്ടാണ് അത്രയും വെള്ളം അതിനകത്ത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ മുല്ലൈ നദി എന്ന് പറഞ്ഞൊരു നദി പെരിയാറുമായിട്ട് ചേരുന്ന ഒരു സ്പോട്ടിലാണ് ഈ പറയുന്ന ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഫിസിക്കലി ഒരു ഷട്ടറോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ അതിന് ഷട്ടർ സംവിധാനമായിട്ട് ഒരു ബേബി ഡാമും കൂടെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. ഏകദേശം ഷട്ടറുകളെല്ലാം പ്രവർത്തിക്കുന്ന രീതി അത് നമ്മളെപ്പം അത് ഫുള്ളാവുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർമിസിബിൾ ലിമിറ്റിന് മുകളിലാവുന്നോ അപ്പോഴാണ് ഈ പറയുന്ന ഷട്ടേഴ്സൊക്കെ ഓപ്പൺ ചെയ്യണത്. അപ്പം നിലനിൽക്കുന്ന ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാം പൊട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ്. പൊതുവിൽ ഗ്രാവിറ്റി ഡാമുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാരമാണല്ലോ അതിനെ താഴേക്ക് നിലനിർത്തുന്നത്. ഇപ്പം നിലവിലെടുത്തിരിക്കുന്ന സേഫ്റ്റി കൺട്രോൾ മെഷേഴ്സ്, എൻജിനീയറിംഗ് കൺട്രോൾ മെഷേഴ്സ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു സേഫ്റ്റി കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ പല രീതിയിൽ അതിനെ ടാക്കിൾ ചെയ്യാം. അപ്പോൾ അതിനൊരു ഹയറാർക്കി വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഹസാർഡിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഹയറാർക്കിയിലെ ഫസ്റ്റ് വരുന്ന സംഭവം. അതായത് ഡാം റീപ്ലേസ് ചെയ്യുക, പുതിയൊരു ഡാം പണിയുക, ഡീകമ്മീഷൻ ചെയ്യുക, പുതിയൊരു ഡാം അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയായിട്ടോ അല്ലെങ്കിൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കഴിഞ്ഞിട്ട് ആ ഹസാർഡിനെ തന്നെ എലിമിനേറ്റ് ചെയ്യുക. പക്ഷേ നിലവിലൊരു ഡാം പണിയുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും എക്കോളജിക്കലി അഫക്റ്റ് ചെയ്യുന്നത് സെയിം ഏരിയ തന്നെ ആയിരിക്കും. ഒരു ഔട്ട് റീച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് തമിഴ്നാടിന് ദൂരെയായിട്ടല്ല ഇത് വരുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സേഫ്റ്റി കൺസേൺസ് എടുത്ത് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ പുതിയൊരു ഡാം പണിയുക എന്നുള്ളത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എൻജിനീയറിംഗ് കൺട്രോൾ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഈ എൻജിനീയറിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അതിൻ്റെ സ്ട്രക്ചറിനകത്ത് മാറ്റം വരുത്തുക, അതിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തുക, അതിൻ്റെ ഭാരത്തിൽ മാറ്റം വരുത്തുക, അങ്ങനെ സ്ട്രക്ചറലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് അതിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. അതായത് നിലവിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സ്ട്രെങ്തനിങ് മോഡെന്ന് പറഞ്ഞാൽ അതിന് എക്സ്ട്രാ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മെറ്റീരിയലിന് മുകളിൽ കൂടെ ഏകദേശം 12 ഫീറ്റോളം നമ്മൾ കോൺക്രീറ്റ് കൊണ്ട് അതിനെ ഫുള്ളി കവർ ചെയ്തിട്ടുണ്ട്. ഈ ഫുള്ളി കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ്, ഭാരം നല്ല വൃത്തിക്ക് അത് കൂടിയിട്ടുണ്ട്. ഏകദേശം 1.5 ഇരട്ടിയോളം അതിൻ്റെ ഭാരം കൂട്ടിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 95 അയൺ റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറയത്തില്ല, അതിൻ്റെ സ്ട്രിങ് ആണ്, അയൺ സ്ട്രിങ്സ് നമുക്ക് ഡാമിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഏകദേശം 350 മീറ്റർ നീളം ഡാമിന് വരുന്നുണ്ട്. അതായത് നീളമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊക്കമല്ല, നീളം, ലെങ്തിൽ ത്രൂ ഔട്ടായിട്ട് 95 സ്റ്റീൽ കേബിൾസ് ഡ്രില്ല് ചെയ്ത് റോക്ക് ബോട്ടം, അതായത് ഏറ്റവും താഴത്തെ ബോട്ടമിൽ അത് വെൽഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട്. അതൊരു ആങ്കറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ മൊത്തത്തിലുള്ള ഭാരത്തിനെ താഴെ ഭൂമിയിലേക്ക് കൊടുക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഡാമിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം നമ്മൾ ഓൾറെഡി വരുത്തിയത് കൊണ്ട് ഇൻ കേസ് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമിൻ്റെ വെയിറ്റ് താഴേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന റോഡ്സ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി ഇതിനകത്തുള്ള എൻജിനീയറിംഗ് കൺട്രോൾസും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ലൈഫ് സ്പാനിനകത്തുള്ള വ്യത്യാസമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ ഏറ്റവും മേജർ കൺസേൺ ആയിട്ട് എല്ലാവരും പറയുന്നത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാം വേറെങ്ങും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനകത്തുള്ള ഏറ്റവും പോസിറ്റീവ് ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലത്തിനനുസരിച്ച് അതിനകത്തുള്ള മാറ്റങ്ങൾ നടത്തിയിട്ടുള്ളത് അതെന്തായാലും നിലനിൽക്കാം എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പ്രശ്നമായിട്ട് പറയുന്നത് ഒരു ഭൂകമ്പ സാധ്യത ഉള്ള സ്ഥലത്താണ് ഈ പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഈ ഡാം പൊളിയുന്നത് കൊണ്ടല്ല ഏറ്റവും മേജറായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഡാമല്ല, ഇടുക്കി ഡാം പണിയുന്നതാണ് ഈ പറയുന്ന തൊട്ടുള്ള ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു പൊളിയുന്നതാണ് ഈ പറയുന്ന ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്ന് നമ്മൾ കൺസേൺഡ് ആവേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പം പൊതുവിലുള്ള നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റുകളല്ലാതെ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ഇലക്ട്രിസിറ്റി ജനറേഷൻ സംഭവങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡാമിനെ ചൊല്ലി വഴക്കിടുന്നതിലും ഏറ്റവും ബെസ്റ്റ് ഈ ഡാമിൻ്റെ ഉപയോഗങ്ങൾ വളരെ തുലവും തുച്ഛമായി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആയിട്ടുള്ള പുതിയ ആണവ നിലയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഒരു മറുപടിയാണ്. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ തെർമൽ സ്റ്റേഷൻസ്, ഓൾട്ടർനേറ്റീവ് എനർജീസ്, സോളാർ എക്യുപ്പേഷൻ, അതായത് ത്രൂ ഔട്ട് കേരള എന്നും സോളാർ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ട് എല്ലാവരെയും സഫിഷ്യൻ്റ് ആക്കാൻ വളരെ വലിയ പാടുള്ള കാര്യമൊന്നുമില്ല. ഇപ്പം ബംഗ്ലാദേശിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ വീടുകളും സോളാറിലേക്ക് മാറിയിട്ടുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് വലിയ പാടൊന്നുമില്ല. ഇന്ത്യ പോലൊരു രാജ്യത്ത്, കേരളം പോലൊരു രാജ്യത്ത് അതൊന്നും വലിയ പാടായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പം അതൊക്കെയാണ് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മെഷേഴ്സ്. പിന്നെ മുല്ലപ്പെരിയാർ വളരെ ലോ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അത് കുറയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു ഡാം പണിഞ്ഞാലേ പറ്റത്തുള്ളൂ. പുതിയൊരു ഡാം പണിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഡാമിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം എത്തിക്കുകയോ ആണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് കാര്യമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. പീച്ചി ഡാം, തൃശ്ശൂരിലെ പീച്ചി ഡാം, കക്കയം ഡാം, ഈ പറയുന്ന ഡാമുകളിൽ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് വെള്ളം നമുക്ക് ഈ പറയുന്ന തൊട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 കൊല്ലമായിട്ട് നമ്മുടെ ക്ലൈമറ്റ് വളരെ അധികം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ മൺസൂൺ കാലഘട്ടം സ്പാൻ കറക്റ്റാണ്. അതായത് കറക്റ്റ് ആ 2 മാസത്തിൽ നമുക്ക് മഴ കിട്ടും. പക്ഷേ ആ 2 മാസം കൊണ്ട് പെയ്യേണ്ടിയിരുന്ന മഴ നമുക്ക് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമായിട്ട് കിട്ടുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പ്രകാരം പെട്ടെന്ന് ഒരു സ്ഥലത്ത് വളരെ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ലെവൽ കൂടുകയും അതേ തുടർന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലുകളും ലാൻഡ് സ്ലൈഡുകളും ഒക്കെയാണ് നമുക്കിപ്പോൾ നിലവിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആദ്യത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്.